CUT UG ഇന്ത്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റികൾ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട്. അതിന്റെ അപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നിലവിൽ അപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുള്ളത് 14th ജൂലൈക്കായിരുന്നു. അതിന്റെ അപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 24 ജൂലൈ ആണ്. അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. CUT UG 2006 എഴുതിയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ നമ്മുടെ ഹെൽപ്പ് ഡെസ്ക് ലിങ്ക് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ വരാൻ വേണ്ടി അതിൽ ജോയിൻ ചെയ്യുക. നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഏതൊക്കെ കോഴ്സുകളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. അതിനു മുമ്പ് ഇതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടിന്റെ അപ്ലിക്കേഷൻ വെബ്സൈറ്റ് എന്ന് പറയുന്നത് CUTNCUET.samarth.edu.in എന്നുള്ളതാണ് ഇതിന്റെ അപ്ലിക്കേഷൻ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.cutn.ac.in എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ അപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 24 ജൂലൈ ആണ്. അപ്പൊ അതിന് മുമ്പ് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് യൂണിവേഴ്സിറ്റികളുടെ അപ്ലിക്കേഷൻ ക്ലോസ് ആയിരുന്നു, പക്ഷെ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഇതും എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ടൈമിന്റെ ഉള്ളിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പൊ ഇതിന്റെ ഒരു അപ്ലിക്കേഷൻ ഫീസ് ആയി വരുന്നത് ജനറൽ, അതുപോലെ തന്നെ OBC NCL, അതുപോലെ EWS സ്റ്റാൻഡേർഡ്സ് ആണെന്നുണ്ടെങ്കിൽ 250 രൂപയാണ്. അതുപോലെ തന്നെ SC and ST കാറ്റഗറീസ് ആണെങ്കിൽ 150 രൂപയാണ്. PWBD അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ കാറ്റഗറീസ് ആണെങ്കിൽ അപ്ലിക്കേഷൻ ഫീസ് ഇല്ല എന്നുള്ളതാണ് കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഏകദേശം 25ഓളം കോഴ്സുകളാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഏതൊക്കെ കോഴ്സുകളാണ്, അതിന്റെ സബ്ജക്ട് ക്രൈറ്റീരിയ, അതുപോലെ തന്നെ സബ്ജക്ട് കോമ്പിനേഷൻ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബേസിക്കലി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട് പറയുമ്പോൾ ഇവിടെ സയൻസ് കോഴ്സുകൾക്ക് അത്യാവശ്യം നല്ല ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വരുന്ന റിവ്യൂസ് ഒക്കെ പറയുന്നത് സയൻസ് കോഴ്സുകളൊക്കെ നല്ല ഡിപ്പാർട്ട്മെന്റ്സ് ആണെന്നാണ് റിവ്യൂ വരുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് നോക്കാം. ഇതിൽ 4 year BSc ഹോണേഴ്സ് കെമിസ്ട്രി കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ സബ്ജക്ട് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കെമിസ്ട്രി, ഫിസിക്സ്, അതുപോലെ തന്നെ മാത്സ്, അല്ലെങ്കിൽ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി പേപ്പർ എഴുതിയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. CUT ഡൊമൈൻ ആയിട്ട് അത് എഴുതിയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു മാർക്കിൽ വരുമ്പോൾ നമുക്ക് 750-ലായിരിക്കും ടോട്ടൽ മാർക്ക് വരിക. 3 സബ്ജക്റ്റ് ആണ് പറയുന്നുള്ളത്. അതിനനുസരിച്ചായിരിക്കും, ആ ഒരു മാർക്കിനനുസരിച്ചായിരിക്കും നമ്മളെ റാങ്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഔട്ട് ചെയ്യാനുണ്ടാവുക. പിന്നെ വരുന്നത് 4 year BSc ഹോണേഴ്സ് റിസർച്ച് ഇൻ ബയോടെക്നോളജിയാണ്. അപ്പോൾ ഒരുപാട് ഈ ഐക്കറുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഒരു സമയത്ത് കുറെ കുട്ടികൾ ഐക്കർ പഠിക്കുന്ന കുട്ടികളൊക്കെ ചോദിക്കുന്ന ഒരു കോഴ്സ് ആയിരുന്നു ബയോടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ ബയോടെക്നോളജി കോഴ്സ് നിങ്ങൾക്ക് ഇവിടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട്ടിൽ പഠിക്കാൻ വേണ്ടി പറ്റും. അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ ബയോളജി അതുപോലെ തന്നെ കെമിസ്ട്രി CUT UG എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് എലിജിബിൾ ആവുന്നുള്ളതാണ് കാര്യം എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് 4 year BSc ഹോണേഴ്സ് റിസർച്ച് ഇൻ മാത്തമാറ്റിക്സ് ആണ്, മാത്സിലാണ്. അപ്പൊ ഇതിന്റെ സബ്ജക്ട് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മാത്സ് ആൻഡ് ഫിസിക്സ് നിങ്ങൾ ഡൊമൈൻ സബ്ജക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സിന് എലിജിബിൾ ആവുന്നുള്ളതാണ്. പിന്നെ വരുന്നത് 4 year BSc ഹോണേഴ്സ് റിസർച്ച് ഇൻ ഫിസിക്സ് ആണ്. അപ്പൊ ഈ ഒരു കോഴ്സിന് നിങ്ങൾ ഫിസിക്സ്, അതുപോലെ തന്നെ കെമിസ്ട്രി, അതുപോലെ തന്നെ മാത്സ് ഡൊമൈൻ സബ്ജക്റ്റ് ആയി എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഒരു കോഴ്സിന് എലിജിബിൾ ആവുന്നുള്ളതാണ് കാര്യം എന്ന് പറയുന്നത്. പിന്നെ വരുന്ന 5th കോഴ്സാണ് 4 year BSc ഹോണേഴ്സ് റിസർച്ച് ഇൻ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഈ ഒരു കോഴ്സിന് നിങ്ങൾ എക്കണോമിക്സ് എഴുതിയിരിക്കണം ഡൊമൈൻ സബ്ജക്റ്റ് ആയിട്ട്, കൂടാതെ ജനറൽ ടെസ്റ്റ് കൂടി എഴുതിയിരിക്കണം എന്നുള്ളതാണ്. എക്കണോമിക്സും ജനറൽ ടെസ്റ്റും എഴുതിയാൽ നിങ്ങൾ ഒരു കോഴ്സിന് എലിജിബിൾ ആവുന്നുള്ളതാണ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പിന്നെ വരുന്ന കോഴ്സാണ് 4 year BPA ഓണേഴ്സ് ഇൻ മ്യൂസിക് ആണ്. അപ്പൊ ഇതിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ ഇംഗ്ലീഷ് എഴുതിയിരിക്കണം, അല്ലെങ്കിൽ തമിഴ് എഴുതിയിരിക്കണം, കൂടാതെ ജനറൽ ടെസ്റ്റ് എഴുതിയിരിക്കണം. ഒന്നെങ്കിൽ ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റ് എഴുതണം, അല്ലെങ്കിൽ തമിഴ് ലാംഗ്വേജും അതുപോലെ തന്നെ ജനറൽ ടെസ്റ്റ് എഴുതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മ്യൂസിക് കോഴ്സിന് നിങ്ങൾ എലിജിബിൾ ആണെന്നുള്ളതാണ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പിന്നെ വരുന്ന 4 year BSc ഹോണേഴ്സ് ഇൻ റിസർച്ച് ഇൻ ജിയോളജി ആണ്. അപ്പോൾ ഒരുപാട് കുട്ടികൾ ചോദിക്കാറുണ്ടായിരുന്നു ജിയോളജിക്ക് ബെസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ സൗത്ത് ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യ കമ്പയർ ചെയ്യുമ്പോൾ ബെസ്റ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സ് വൺ ഓഫ് ദി ഗുഡ് ഡിപ്പാർട്ട്മെന്റ്സ് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടിലെ. അപ്പോൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന അവിടുത്തെ സബ്ജക്ട് ക്രൈറ്റീരിയ എന്ന് പറയുന്ന ജിയോളജി കോഴ്സ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിസിക്സ് എഴുതിയിരിക്കണം, അതുപോലെ തന്നെ കെമിസ്ട്രി എഴുതിയിരിക്കണം, അതുപോലെ തന്നെ നിങ്ങൾ മാത്സ് നിർബന്ധ, ഈ 3 സബ്ജക്റ്റുകൾ നിർബന്ധമായി എഴുതിയാലേ നിങ്ങൾ ഈ ഒരു കോഴ്സിന് അവിടെ എലിജിബിൾ ആവുന്നുള്ളതാണ് കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 4 year BSc ഹോണേഴ്സ് റിസർച്ച് ഇൻ ഹിസ്റ്ററി. അപ്പൊ ഹിസ്റ്ററി കോഴ്സിൽ അവിടെ ഡൊമൈനായി ചോദിക്കുന്നുള്ളത് ഹിസ്റ്ററി ഡൊമൈനായിട്ട് എഴുതിയിരിക്കണം, അതുപോലെ തന്നെ ജനറൽ ടെസ്റ്റ് എഴുതിയിരിക്കണം. ഹിസ്റ്ററിയും ജനറൽ ടെസ്റ്റും നിങ്ങൾ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സിന് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടുവിൽ എലിജിബിൾ ആണെന്നുള്ളതാണ്. പിന്നെ വരുന്നതാണ് 4 year BSc ഹോണേഴ്സ് റിസർച്ച് ഇൻ എപ്പിഡമോളജി ആൻഡ് പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ബയോളജി, കെമിസ്ട്രി ആൻഡ് ജനറൽ ടെസ്റ്റ് ആണ്. ബയോളജി എഴുതിയിരിക്കണം, കെമിസ്ട്രി എഴുതിയിരിക്കണം, അതുപോലെ തന്നെ ജനറൽ ടെസ്റ്റ് എഴുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സിന് എലിജിബിൾ ആവുന്നതാണ്. പിന്നെ വരുന്നത് 4 year BSc ഹോണേഴ്സ് ഇൻ സ്റ്റാറ്റിക്സ് ആണ്. BSc ഹോണേഴ്സ് റിസർച്ച് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പൊ ഇതിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ മാത്സ് നിർബന്ധമായി എഴുതിയിരിക്കണം. മാത്സ് എഴുതിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സിന് എലിജിബിൾ അല്ല എന്നുള്ളതാണ്.
പിന്നെ വരുന്ന കോഴ്സാണ് 11th കോഴ്സായിട്ട് വരുന്നത് 4 ഇയർ ബികോം ഹോണേഴ്സ് ആണ്. ബികോം ഹോണേഴ്സ് ഇതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ജനറൽ ടെസ്റ്റ് എഴുതിയാൽ മതി. നിങ്ങൾ വേറെ അക്കൗണ്ടൻസ്, ബിസിനസ്, എക്കണോമിക്സ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സിന് എലിജിബിൾ ആവുന്നതാണ്. പിന്നെ അതിന്റെ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് നല്ല സ്കോറാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഡൊമൈൻ സബ്ജക്റ്റുകൾ കുറവാണ്, പക്ഷേ ജനറലിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബികോം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്ലൈ ചെയ്ത് എന്തായാലും കിട്ടുന്നതായിരിക്കും. പിന്നെ വരുന്ന ഒരു കോഴ്സാണ് 4 ഇയർ BSc ഹോണേഴ്സ് റിസർച്ച് ഇൻ മൈക്രോബയോളജി. അപ്പോൾ മൈക്രോബയോളജി അവിടെ ക്രൈറ്റീരിയ എന്ന് വരുന്നത് ബയോളജി അതുപോലെ തന്നെ കെമിസ്ട്രി നിങ്ങൾ നിർബന്ധമായി എഴുതിയിരിക്കണം, എന്നാൽ നിങ്ങൾ ഈ ഒരു കോഴ്സിന് എലിജിബിൾ ആവുന്നതാണ്. പിന്നെ വരുന്നതാണ് 4 ഇയർ ബിടെക്. ബിടെക് ഡിപ്പാർട്ട്മെന്റ് കുറച്ചുകൂടി നല്ല ഡിപ്പാർട്ട്മെന്റ് ആണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട്ടിൽ കുറച്ച് വർഷങ്ങളായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ ഇതിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ മാത്സ് എഴുതിയിരിക്കണം, അതുപോലെ തന്നെ ഫിസിക്സ് എഴുതിയിരിക്കണം, അതുപോലെ തന്നെ ഒന്നെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കെമിസ്ട്രി എഴുതിയിരിക്കണം. മാത്സ് ഫിസിക്സ് നിർബന്ധമായി എഴുതിയിരിക്കണം. കൂടാതെ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കെമിസ്ട്രി എഴുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സിന് എലിജിബിൾ ആവുന്നതാണ്. പിന്നെ വരുന്ന ഇതാണ് കോഴ്സാണ് 4 ഇയർ BSc ഹോണേഴ്സ് ഇൻ ജിയോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ജിയോഗ്രഫി കോഴ്സിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ജിയോഗ്രഫി അല്ലെങ്കിൽ ജനറൽ ടെസ്റ്റ് എഴുതിയിരിക്കണം. ജിയോഗ്രഫി നിങ്ങൾ പേപ്പർ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് വെക്കാം, അല്ലാതെ ജനറൽ ടെസ്റ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് വെക്കാം. ഇത് രണ്ടിലും കമ്പയർ ചെയ്യുമ്പോൾ ഈ രണ്ട് പേപ്പർ നിങ്ങൾ എഴുതിയിട്ടുണ്ട്, പക്ഷേ ഇതിൽ ജനറൽ ടെസ്റ്റ് ആണ് കൂടുതൽ മാർക്ക് എന്നുണ്ടെങ്കിൽ ആ ഒരു പേപ്പർ കൺസിഡർ ചെയ്യാൻ വേണ്ടി പറയാം, അല്ലാന്നുണ്ടെങ്കിൽ ജിയോഗ്രഫി പേപ്പർ കൺസിഡർ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ മതി. അപ്പോൾ പിന്നെ വരുന്നത് 4 ഇയർ BSc ഹോണേഴ്സ് റിസർച്ച് ഇൻ അപ്ലൈഡ് സൈക്കോളജി ആണ്. അപ്പോൾ ഇതിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സൈക്കോളജി പേപ്പർ എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സിന് എലിജിബിൾ ആവുന്നതാണ് ഇതിന്റെ ഒരു സബ്ജക്ട് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് 4 ഇയർ BA ഹോണേഴ്സ് റിസർച്ച് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ സൗത്ത് ഇന്ത്യയിൽ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇംഗ്ലീഷ് കോഴ്സ്. ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ ഉണ്ടാക്കി ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കേരളയിലില്ല, CU കർണാടകയിലും ഇവിടെ തമിഴ്നാട്ടിലാണ് ഈ ഒരു കോഴ്സ് ഉള്ളത്. അതിൽ കമ്പയർ ചെയ്യുമ്പോൾ തമിഴ്നാടാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ ഇംഗ്ലീഷ് എഴുതിയിരിക്കണം, അതുപോലെ തന്നെ ജനറൽ ടെസ്റ്റ് ചെയ്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട്ടിലെ BA ഹോണേഴ്സ് റിസർച്ച് ഇൻ ഇംഗ്ലീഷിലേക്ക് എലിജിബിൾ ആവുന്നതാണ്. പിന്നെ വരുന്നത് 4 ഇയർ BA ഹോണേഴ്സ് ഇൻ മാസ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ ഇതിനൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ മാസ് മീഡിയ ഓർ മാസ് കമ്മ്യൂണിക്കേഷൻ പേപ്പർ എഴുതിയിരിക്കണം, മാസ് കമ്മ്യൂണിക്കേഷൻ ആ പേപ്പർ എഴുതിയിരിക്കണം, അതുപോലെ തന്നെ ജനറൽ ടെസ്റ്റ് എഴുതിയിരിക്കണം. ഈ രണ്ട് ഇതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കോഴ്സിന് എലിജിബിൾ ആണ്. അതുപോലെ തന്നെ 4 ഇയർ BBA ഇൻ മാനേജ്മെന്റ് ആണ്, ബാച്ചിലേഴ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണ്. അപ്പോൾ ഇതിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ബിസിനസ് സ്റ്റഡീസ് എഴുതിയിരിക്കണം, അതുപോലെ തന്നെ ജനറൽ ടെസ്റ്റ് എഴുതിയിരിക്കണം. 500-ലായിരിക്കും ഈ ഒരു മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഈ 500-ൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടുന്നത് അതിനനുസരിച്ചായിരിക്കും റാങ്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. പിന്നെ അതുപോലെ തന്നെ 4 ഇയർ BBA ഉണ്ട്, ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ആണ്. നേരത്തെ പറഞ്ഞത് BBA ഇൻ മാനേജ്മെന്റ് ആണ്, ഇത് BBA ഇൻ ടൂറിസം ആൻഡ് ട്രാവൽ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ആണ്. അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ ക്രൈറ്റീരിയ പറയുന്നത് എന്താ പറയുക, ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി നോളജ് ആൻഡ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മാത്രം എഴുതിയാൽ മതി, നിങ്ങളൊരു പേപ്പറിന് എലിജിബിൾ ആവുന്നതാണ്. പിന്നെ വരുന്നത് 4 ഇയർ BSc ഹോണേഴ്സ് റിസർച്ച് ഇൻ സോഷ്യൽ വർക്ക് ആണ്, BSW കോഴ്സാണ്. അപ്പോൾ വൺ ഓഫ് ദി ഗുഡ് യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്ക് BSW ചെയ്യാൻ പറ്റിയ യൂണിവേഴ്സിറ്റികൾ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റി തന്നെയായിരിക്കും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട് എന്ന് പറയുന്നത്. അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. അത് എഴുതിയാൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് നിങ്ങൾ എലിജിബിൾ ആണ്. പിന്നെ വരുന്നത് 4 ഇയർ BA ഹോണേഴ്സ് ഓർ റിസർച്ച് ഇൻ തമിഴ് കോഴ്സാണ്, തമിഴാണ്. അതിൽ തമിഴ് ആൻഡ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്താണെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആവുന്നതാണ്. പിന്നെ വരുന്നത് 4 ഇയർ BSc ഹോണേഴ്സ് റിസർച്ച് ഇൻ ടെക്സ്റ്റൈൽസ് ആൻഡ് ഫാഷൻ ആണ്. അപ്പോൾ ഇതിന്റെ ഒരു ക്രൈറ്റീരിയ പറയാൻ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ 4 ഇയർ BSc ഹോണേഴ്സ് റിസർച്ച് ഇൻ ടെക്നിക്കൽ ടെക്സ്റ്റൈൽസ്, ഈ ഒരു കോഴ്സിനും നിങ്ങൾ ജനറൽ ടെസ്റ്റ് ഏതാണെന്ന് നിങ്ങൾക്ക് എലിജിബിൾ ആവുന്നതാണ്. പിന്നെ വരുന്നത് 4 ഇയർ ഹോണേഴ്സ് BBA ആണ്, 4 ഇയർ BBA കോഴ്സാണ്. അപ്പോൾ ഇതിൽ സ്പെസിഫിക് ആയിട്ടൊന്നും ഏതിലാണ് ഫോക്കസ് ചെയ്യുന്നത് പറഞ്ഞിട്ടില്ല, എനിക്കൊന്ന് ജനറൽ BBA ആയിരിക്കും. അപ്പോൾ ഇതിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സിന് എലിജിബിൾ ആവുന്നതാണ്. പിന്നെ വരുന്ന 4 ഇയർ BSc ഹോണേഴ്സ് റിസർച്ച് ഇൻ ടെക്സ്റ്റൈൽ ആൻഡ് അപ്പിയറൽ ഡിസൈൻ ആണ്. അപ്പോൾ ഈ ഒരു കോഴ്സിന് നിങ്ങൾ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സിന് എലിജിബിൾ ആവുന്നതാണ്. അപ്പോൾ ഇതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട്ടിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഏകദേശം 25ഓളം കോഴ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നിങ്ങൾ മറക്കാതിരിക്കുക. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 24th ജൂലൈ 2026 ആണ്. അപ്പോൾ കറക്റ്റ് ടൈമിൽ തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ മിസ്റ്റേക്സ് ഒന്നും കൂടാതെ കൊടുക്കാൻ വേണ്ടി നോക്കുക. കറക്ഷൻ ഉണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ കറക്റ്റായിട്ട് കൊടുക്കുക. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും CUT UG ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. നമ്മുടെ ഹെൽപ്പ് ഡെസ്ക് ലിങ്ക് കാര്യങ്ങളൊക്കെ നമ്മൾ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ അതിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.